നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്ന ഉടനെ ചെയ്ത കാര്യങ്ങളിലൊന്ന് കാസെമിറോയെ ടീമിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ്. 2022 വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കാൻ പിന്നീട് വന്ന പല കോച്ചുമാർക്കും വിമുഖതയായിരുന്നെങ്കിൽ ആഞ്ചലോട്ടി ഒന്നും മടിച്ചില്ല. അദ്ദേഹത്തെ നേരെ തിരികെ ബ്രസീൽ ടീമിലേക്ക് കൊണ്ടുവന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട കാസിം ഭായ് വന്നതോടെ ബ്രസീൽ ടീമിന് എന്ത് മാറ്റമാണ് ഉണ്ടായത് നമ്മൾ നോക്കിയാണ്. കാസെമിറോ എഫക്റ്റ്. കാസെമിറോ ഇല്ലാതെ ബ്രസീൽ സമീപകാലത്ത് കളിച്ച 20 കളികളിൽ 8 പൊട്ടി, 7 ജയം, 5 സമനില. കാസെമിറോ ഉണ്ടായിക്കൊണ്ട് ബ്രസീൽ കളിച്ച 12 കളികൾ അതിൽ 2 എണ്ണമേ തോറ്റുള്ളൂ. 7 വിജയം, 3 സമനില. വിന്നിംഗ് പെർസെൻറ്റേജിൽ വന്ന വലിയ കുതിച്ചുചാട്ടം ഒന്ന് നോക്കണം. വിത്ത് കാസെമിറോ 58% വിന്നിംഗ് പെർസെൻറ്റേജ് എങ്കിൽ വിത്തൗട്ട് കാസെമിറോ 35% മാത്രമാണ്. വിത്ത് കാസെമിറോ പരാജയത്തിൻ്റെ ശതമാനം 17% മാത്രമാണെങ്കിൽ വിത്തൗട്ട് കാസെമിറോ കളിച്ച 40 കളികളും ടീം തോൽക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. സോ കാര്യം വളരെ വ്യക്തമാണ്. എന്ത് ഇമ്പാക്റ്റാണ് കാസെമിറോ ഉണ്ടാക്കുന്നത് എന്ന് ഈ റിസൾട്ടിൽ തന്നെ കാണാം. ഇനി ഗോൾസ് പെർ മാച്ച് കാസെമിറോ ഉണ്ടാകുമ്പോൾ 2.4 ആണ് ബ്രസീൽ പെർ മാച്ച് ഗോൾ അടിക്കുന്നത്, ഇല്ലാത്തപ്പോൾ 1.2 ആണ്. ഇനി ഗോൾ കൺസീഡ് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു. വിത്തൗട്ട് കാസെമിറോ ഒരു കളിയിൽ 1.3 ആവറേജ് ബ്രസീൽ ഗോൾ കൺസീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഓൺലി 0.8 ആണ്. ദെൻ ചാൻസസ് ഓരോ ഗെയിമിൽ ഉണ്ടാക്കുന്ന ബിഗ് ചാൻസുകളുടെ കണക്ക് നോക്കിയാൽ വിത്തൗട്ട് കാസെമിറോ 2 ബിഗ് ചാൻസ് പെർ ഗെയിം ആണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. 3.4 ആയിട്ട് ഗ്രേറ്റ് ചാൻസ്, ബിഗ് ചാൻസിൻ്റെ ക്രിയേഷൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ചാൻസ് കൺസിഡേർഡ് പെർ ഗെയിം നോക്കുമ്പോൾ നേരത്തെ 1.3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 0.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. എതിരാളികൾ നേരത്തെ ഓരോ 8.7 ഷോട്ടിലും ബ്രസീലിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഒന്നുകൂടി അധ്വാനിക്കണം. 10 ഷോട്ടെങ്കിലെങ്കിലും ഉതിർത്തെങ്കിലേ ഒരു ഗോൾ ബ്രസീലിൻ്റെ വലയിലേക്ക് കയറുന്നുള്ളൂ. സോ ബിഗ് ഇമ്പാക്റ്റ് ആണ് കാസെമിറോ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഇനിയും നോക്കുക ബ്രൂണോ ഗുയിമേറസ് എന്ന് പറയുന്ന കളിക്കാരൻ. ആഞ്ചലോട്ടി വന്നിട്ട് എല്ലാ കളികളും കളിപ്പിച്ച ഒരേ ഒരു കളിക്കാരൻ ബ്രൂണോ ഗുയിമേറസ് ആണ്. കളിച്ച 7 കളികൾ 7ലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. 1 ഗോളാണ് അദ്ദേഹം അടിച്ചത്, 2 അസിസ്റ്റ്, 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 13 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടി എറയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തത് അദ്ദേഹമാണ്, ബ്രൂണോ ഗുയിമേറസ് ആണ്. 87% പാസിംഗ് ആക്യുറസി, 9 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ്, 8ഉം സക്സസ്ഫുൾ, 47 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. ആഞ്ചലോട്ടി എറയിൽ ഫസ്റ്റ് അദ്ദേഹമാണ്. 19 ടാക്കിളുകൾ ആഞ്ചലോട്ടി എറയിൽ ഫസ്റ്റ് അദ്ദേഹമാണ്. സോ ബ്രൂണോ ഗുയിമേറസ് കാസെമിറോ സഖ്യം ആഞ്ചലോട്ടിയുടെ വിശ്വസ്തതയാർന്ന സഖ്യമായി മാറുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.